Okay. Good evening, all of you. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചാണ്. കൂടുതലായിട്ട് ക്വസ്റ്റ്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും എല്ലാവർക്കും അറിയുന്നതുമായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും തെറ്റിക്കുന്നതുമായിട്ടുള്ള ചോദ്യമാണ്. കൂടുതൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്ത കൂടുതൽ കുട്ടികളും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളുമാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു കോട്ടുണ്ട്. എല്ലാ ദിവസത്തെ ക്ലാസ്സും തുടങ്ങുന്നത് പോലെ തന്നെ നമുക്കൊരു കോട്ടിൽ നിന്ന് തുടങ്ങാം. ഡിഫിക്കൽട്ട് റോഡ്സ് ലീഡ്സ് ടു ഡിഫിക്കൽട്ട് ഡെസ്റ്റിനേഷൻ. ശരിയാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ കഷ്ടപ്പാട് ഇല്ലെങ്കിൽ എവിടെ എത്താൻ പറ്റില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാക്ക് ചെയ്യണം, ജയിക്കണം, വിജയിക്കണം എന്നുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നതിലും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതിലും കാര്യമുള്ളൂ. സോ ബി പ്രിപ്പയർ. എക്സാമിന് ഇനി അധികം ദിവസങ്ങളൊന്നും ഇല്ല, ചിലപ്പോൾ ഈ അടുത്ത് തന്നെ വരാം. അപ്പോൾ അതിനു മുമ്പ് നന്നായിട്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുക, ജയിക്കാൻ നോക്കുക, ഇനിയൊരു ചാൻസിലേക്ക് നീട്ടി വെക്കാതിരിക്കുക. സോ നമുക്ക് തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ പേര് ഷഹീം പൊക്കിലകം. ഗ്ലോബൽ വാർമിംഗ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുവെ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്തൊരു ചൂടാണ് എന്ന് പറയുന്നവരാണ് പൊതുവെ ഏത് മനുഷ്യനും. കാരണം പണ്ടൊക്കെ വെയിൽ കൊള്ളാനായിട്ട് വിദേശത്തിലുള്ള ആളുകൾ ഇവിടെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവർക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ. കാരണം വൈറ്റമിൻ ഡി കുറവ് മൂലമാണ് അവർ ഇങ്ങോട്ട് വരുന്നെന്നുണ്ടെങ്കിൽ പോലും ആ വൈറ്റമിൻ ഡിയുടെ ആ സാന്നിധ്യം കൂടിപ്പോയി എന്ന് പറയുന്നേണ്ടി വരും. കാരണം അത്രക്കും വെയിൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വെയിൽ കൂടുന്നത്, എന്തുകൊണ്ടാണ് ചൂട് കൂടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മേജർ കാരണം എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് വേറൊന്നും കൊണ്ടല്ല, ഇതന്നെയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് എന്താണെന്ന് ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞുതരാം. ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടന്റിലുണ്ടെങ്കിലും ചെറിയ രീതിയിൽ എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നത് മേജറായിട്ടും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. ആ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. എന്താണെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യനിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യൻ്റെ സൂര്യപ്രകാശങ്ങൾ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ സൂര്യപ്രകാശങ്ങൾ നമ്മളിലേക്ക് യു വി ലൈറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമിയിലേക്ക് നേരിട്ട് വരികയും അത് നമ്മുടെ ഈ പറയുന്ന കവചത്തിലൂടെ കയറി വന്ന് കയറി കഴിഞ്ഞതിന് ശേഷം ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ കൂടുതൽ കാരണം അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ ഭൂമിയുടെ പ്രതലത്തിൽ തട്ടിയിട്ട് തിരിച്ചു പോകാൻ അതിനെ സമ്മതിക്കില്ല. അത് ആ ഒരു അന്തരീക്ഷത്തിൽ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസ് മൂലം അവിടെ തങ്ങി നിൽക്കും. അങ്ങനെ ആ വായു കൂടി തങ്ങി നിർത്തുന്ന ഈ സൂര്യരശ്മികളാണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് മേജറായിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നത്. അപ്പോൾ ഈ ചൂട് വർദ്ധിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മിക്കവാറും നോക്കാം, മഞ്ഞ് പാളികൾ ഉരുകും, ഗ്ലേസിയേഴ്സ് ഒക്കെ ഉരുങ്ങി തുടങ്ങും, വെള്ളം കൂടുതലാവും. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ചെറിയ ചെറിയ പ്രദേശങ്ങൾ, വെള്ളത്തിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ചെറിയ പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലാവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് മേജറായിട്ട് ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 1 മുതൽ 12 വരെ പഠിക്കുന്ന എല്ലാ കുട്ടികളും പഠിക്കുന്നത് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമുക്ക് ഇനി ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ഗവൺമെന്റ് നോക്കുന്നത്, എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ പോളിസീസ്, എങ്ങനെയാണ് ഇത് കാരണമാവുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടി നമുക്ക് പറഞ്ഞു പോവാം. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് നമ്മൾ പറഞ്ഞു, ഓഫ് ദ എർത്ത് നിയർ സർഫസ് എയർ ആൻഡ് ഓഷൻസ്. മോസ്റ്റ് ഓഫ് ദ ഒബ്സർവ്ഡ് ടെമ്പറേച്ചർ ഇൻക്രീസ് കോൺസെൻട്രേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. നമ്മൾ പറഞ്ഞു തന്നെയാണ് എന്താണ് ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. എവിടെയാണ് ഉണ്ടാവുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. എവിടത്തെ? എർത്തിൻ്റെതും അതേപോലെ തന്നെ നമ്മുടെ സമുദ്രനിരപ്പിലുള്ള സമുദ്രത്തിൻ്റെതും എന്താണ് ടെമ്പറേച്ചർ, ആ ഒരു ഭാഗത്തിലുള്ള ടെമ്പറേച്ചറുകൾ കൂടും. ഈ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് മീനുകളൊന്നും കിട്ടാതെ ആവാം. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. United Nations issued warning highlighting the unprecedented surge in greenhouse gases
കോൺസെൻട്രേഷൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ സെറ്റിംഗ് ന്യൂ റെക്കോർഡ് ഇൻ 2022. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ നമുക്കറിയാലോ യുണൈറ്റഡ് നാഷൻസ് UN അതേപോലെ തന്നെ നമുക്കിപ്പോൾ പാരീസ് ഉടമ്പടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ കൂടി ഇങ്ങനത്തെ കുറേ സംഘടനകളും ഓർഗനൈസേഷൻസും കൂടെ കൂടിയിട്ട് നമ്മുടെ ഈ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി കൊണ്ടുവന്നിരുന്നു 2022. പക്ഷേ അത് 2% ഡിക്രീസ് ചെയ്യണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ 1.5% ഇത് ഇൻക്രീസേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താണോ എയിം വെച്ചത് ആ എയിമിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. മെയിൻ കാരണം എന്താണ്? നാം തന്നെയാണ്. മനുഷ്യന്മാരുടെ ഇടപെടലുകളും മനുഷ്യന്മാർ പരിസ്ഥിതിയുമായിട്ട് ഇടപെടുന്ന രീതിയും നമ്മൾ ചെയ്യുന്ന നമുക്ക് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക് കത്തിക്കുക, മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ. ഈ പറയുന്ന നമ്മൾ എന്താ പറയുക വേസ്റ്റുകൾ, ഒരുപാട് വേസ്റ്റ്, മീത്തെയിൻസും ഇതേപോലത്തെ നമ്മുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസുകളൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിക്കുക, അങ്ങനത്തെ വാതകങ്ങൾ പുറത്തു വരുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മൾ കത്തിക്കുക, സ്പ്രേ, റെഫ്രിജറേറ്റർ, AC, ഇതെല്ലാം നമ്മൾ ഒരുപാട് എന്താണ് ഫ്യൂവൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധനങ്ങൾ അതൊക്കെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ പറയുന്ന ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ രീതിയിലേക്ക് ഇത് പോകുന്നുണ്ട്. യുണൈറ്റഡ് നാഷൻ വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ VMO എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ. നമുക്ക് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ എവിടെ കാണാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റും ഈ സൈക്ലോൺസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഭൂമിക്ക് പറ്റുന്ന എന്തെങ്കിലും കാലാവസ്ഥ വ്യതിയാനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരാണ് മെയിനായിട്ട് ഇതാവുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ 19th ആനുവൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിൻ outline the concentrating implication for seeing heightened in temperature, intensified extreme weather event and elevated sea level as a consequence. ഇവർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 19th ആനുവൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് ബുള്ളറ്റിനിൽ അവർ പറഞ്ഞു ചൂട് കൂടുതലായിട്ട് വർദ്ധിക്കുന്നുണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള ടെമ്പറേച്ചർ മാത്രമല്ല സീ ലെവൽ, കടൽ നിരപ്പുകളും ഉയർന്നു വരുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലക്ഷദ്വീപ് ആണെന്നുണ്ടെങ്കിലും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആണെന്നുണ്ടെങ്കിലും മാലദ്വീപ്സ് ആണെന്നുണ്ടെങ്കിലും വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഐലൻഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള സമുദ്രത്തിന് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ മണ്ണിനടിയിലേക്ക് കടലിനടിയിലേക്ക് മുങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളും വെള്ളം കയറിക്കൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു 10 വർഷത്തിനുള്ളിൽ ഈ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ വെള്ളത്തിന് താഴെയായിരിക്കാം. നമ്മൾ പറയുന്ന കൊച്ചിയിലെ ചില സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ എന്താ പറയാ വെള്ളത്തിന്റെ താഴെ പോയേക്കാം. കാരണം എന്താണ്? വെള്ളത്തിന്റെ സമുദ്രനിരപ്പ് ഉയരുന്നു, അതോടൊപ്പം ഈ പറയുന്ന നമ്മുടെ ലാൻഡ് ഏരിയയും താഴ്ന്നു പോകുന്നു. അതാണ് മെയിൻ കാരണം. വേൾഡ് മെട്രോളജിക്കൽ ഓർഗനൈസേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മെയിനായിട്ടുള്ള കാരണം 3 തരത്തിലുള്ള ഗ്യാസസ് ആണെന്ന് പറയുന്നു. അതിലൊന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, പിന്നൊന്ന് മീത്തേൻ ആണ്, പിന്നൊന്ന് നൈട്രസ് ഓക്സൈഡ് ആണ്. ഇതെങ്ങനെ? കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. മെയിനായിട്ട് ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എങ്ങനെ ഇതിനെ ഇതാക്കാൻ പറ്റുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് പറയാം പ്ലാന്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ നമുക്ക് പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്നല്ലോ എന്താ അടിപൊളിയാണ്, തണുപ്പാണ്, മരങ്ങൾ. നമുക്ക് അന്നും ചൂടുണ്ടായിരുന്നു, പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഈ ഇതിനെ എന്ത് പറയുന്നു, മരങ്ങൾ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈജനും പുറത്തേക്കും അകത്തേക്കും എടുക്കുന്നത് പോലെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പല രീതിയിലും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കൺട്രോളിംഗ് ഒക്കെ ഇപ്പോൾ പോയി. കാരണം എല്ലാവരും അർബനൈസേഷൻ കൂടി വരുമ്പോൾ നമുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. നഗരത്തിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഗ്രാമങ്ങൾക്ക് ഭയങ്കര തണുപ്പായിരിക്കും. ഇന്നത്തെ ഗ്രാമങ്ങൾ ഇപ്പോൾ വീണ്ടും ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അർബനൈസേഷന്റെ മെയിൻ കാരണം തന്നെയാണ്. അപ്പോൾ ഗ്രാമങ്ങൾ വളരെ തണുപ്പായതും വളരെ ശാന്തമായതുമുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഗ്രാമപ്രദേശങ്ങളിൽ എന്തില്ലായിരുന്നു? ഇൻഡസ്ട്രിയൽസ് ഇല്ലായിരുന്നു, വാതകങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല, മലിനീകരണമായ വാതകങ്ങളില്ല, മരങ്ങൾ ഒരുപാടുണ്ട്, നല്ല നല്ല കുളങ്ങളുണ്ട്, അങ്ങനെയുള്ള സിറ്റുവേഷൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടുതൽ
എന്ത് പറ്റുന്നുണ്ട് പിന്നെ കൂടുതൽ, അഥവാ മീത്തേന്റെ കൂടുതൽ, നൈട്രക്സ് ഓക്സൈഡിന്റെ കൂടുതൽ കാരണം നമുക്ക് എന്ത് പറ്റുന്നുണ്ട് ഇവിടെ, ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് കാരണമാവുന്നുണ്ട്. In 2022 കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ റീച്ച്ഡ് 418 പാർട്ട് പെർ മില്യൺ, മീത്തേൻ 1923 പാർട്ട് പെർ ബില്യൺ ആൻഡ് നൈട്രസ് ഓക്സൈഡ് 336 പെർ ബില്യൺ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2022 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇത്രത്തോളം കോൺസെൻട്രേഷൻ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡിലാണെന്നുണ്ടെങ്കിലും മീത്തേനിലാണെന്നുണ്ടെങ്കിലും നൈട്രക്സ് ഓക്സൈഡിലാണെന്നുണ്ടെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം എന്ത് കാരണമാവുന്നുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മഞ്ഞുപാളികൾ ഉരുകാനും പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുമ്പൊക്കെ ഇപ്പൊ പക്ഷികളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി, കാരണം അവർക്കും ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ചെറിയ ചെറിയ ജീവികളൊക്കെ ഇവിടുന്ന് പിന്നെ നമുക്ക് ആനകൾ വയനാട്ടിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാം. എന്തുകൊണ്ട് ഇറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടാതെ അല്ലെങ്കിൽ ചൂട് കൂടുതലായിട്ട്, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവർക്ക് അവിടെ വാസസ്ഥലം പോയി, അവരുടെ ആവാസ വ്യവസ്ഥ. അവരപ്പോൾ എന്ത് ചെയ്യും, ആവാസ വ്യവസ്ഥ ഉള്ള സ്ഥലത്തിലേക്ക് ഇറങ്ങി തുടങ്ങുന്നുണ്ട്, ഭക്ഷണം കിട്ടാതാവും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുന്നത്. ഓഫ് ദ 3 മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡ് അക്കോർഡിംഗ് ടു 64% ഓഫ് ദ വാർമിംഗ് എഫക്ട് ഓൺ ദ ക്ലൈമറ്റ്. മീത്തേൻ റാങ്ക്സ് ആസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ. ഏറ്റവും കൂടുതൽ 64% എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. 16% മീത്തേൻ ആണ്. 7% നൈട്രക്സ് ഓക്സൈഡുമാണ് നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് ഈ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായിട്ട്. ഇത് ഒരു ഇൻഡിക്കേറ്റർ ആണ്, കീ ഇൻഡിക്കേറ്റർ ഓഫ് ഗ്ലോബൽ ക്ലൈമറ്റ് വാട്ട് ചേഞ്ചസ് സിൻസ് AR6. ഇതിൽ നമുക്ക് എങ്ങനെയാണ് എന്തൊക്കെ രീതിയിലാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാവാൻ കാരണമായത്, എന്തൊക്കെയാണ് കാരണങ്ങൾ, എങ്ങനെയൊക്കെയാണ് വാതകങ്ങൾ പുറത്തേക്ക് പോകുന്നത്, ഏതൊക്കെ വിഷവാതകങ്ങളാണ് പുറത്തേക്ക് പോകുന്നത്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ഇത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ യാത്രക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ആ ഉപയോഗിക്കുന്ന ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്യൂയൽസും എല്ലാ കാര്യങ്ങളും, പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെന്നുണ്ടെങ്കിലും എല്ലാം എന്തിനാ കാരണമാവുന്നുണ്ട്, ഈ പറയുന്ന ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്നുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് പാരീസ്. ഈ നമുക്ക് മെയിനായിട്ടുള്ള ഉടമ്പടികളെ കുറിച്ചും മെയിനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. കാരണം ഇതുവരെ പറഞ്ഞത് നമ്മളൊരു ബേസിക് ആണ്, എന്താണ് ഗ്ലോബൽ വാർമിംഗ്, എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ വാതകങ്ങൾ മേജർ ആയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ കറണ്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന എഗ്രിമെന്റ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ചലഞ്ചസ് ടു പാരീസ് അഗ്രിമെന്റ് ഗോളിൽ 2015 പാരീസിന്റെ അഗ്രിമെന്റിൽ അവർ പറയുന്നുണ്ടായിരുന്നു ടു ലിമിറ്റ് ഗ്ലോബൽ വാർമിംഗ് ടു ബിലോ 2 ഡിഗ്രി. ഞാൻ ആദ്യം പറഞ്ഞില്ലേ 2 ഡിഗ്രിയോളം കുറക്കണമെന്ന് അവർ വിചാരിച്ചു. 2015 അവരുടെ എന്താണ് ഇതായിരുന്നു, മോട്ടോ ആയിരുന്നു, എന്താണ് മെയിൻ ആയിട്ടുള്ള എയിം ആയിരുന്നു 2 ഡിഗ്രിയെങ്കിലും ഇവർക്ക് കുറക്കണം എന്നുള്ളത്. പക്ഷേ വീണ്ടും ഇൻഡസ്ട്രിയലൈസ്ഡ് ലെവൽ ആൻഡ് പ്രിഫറബിളി എന്ത് പറഞ്ഞു, നമ്മൾ 1.5 ഇതിലേക്ക് കുറക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, 1.5 കൂടുകയല്ലാതെ കുറക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഗ്ലോബൽ 2022 നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ചൂട് കൂടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ കാരണം മെയിനായിട്ടുള്ള ഇതാണ്. അന്ന് നമ്മൾ 2% കുറച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്ര ചൂട് അനുഭവപ്പെടില്ലായിരുന്നു. പക്ഷേ അന്ന് നമുക്കറിയാം ഈ പാരീസ് ഉടമ്പടിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല ചൂടുണ്ട്, നല്ല വിയർപ്പ് വരുന്നുണ്ട്, വെള്ളം കുടിക്കേണ്ടാവും, നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ ഈ സമയത്ത്. തീരെ നമുക്ക് ഇല്ലെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കേണ്ടി വരും. ഓക്കെ, നമുക്കിനി ഇവരുടെ പാരീസ് അഗ്രിമെന്റിൽ അടുത്തതായിരുന്നു പ്രൊജക്ട് ക്ലൈമറ്റ് ഡിസ്ട്രപ്ഷൻ എന്ന് പറയുന്നത്. ദ കണ്ടിന്യൂസ് റൈസ് ഇൻ ദ ഹീറ്റ് ട്രാപ്പിംഗ് ഗ്യാസസ് ഫോർകാസ്റ്റ് എ ഫ്യൂച്ചർ പ്ലഗ്യൂഡ് by intensified climate disruption. The bulletin underscores impending needs to reduce fossil fuel consumption to mitigate these escalating risk. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതാണ് മെയിൻ. ചൂട് കാരണമാവുന്ന എന്തൊക്കെ വാതകങ്ങളാണ് മെയിൻ എന്നുള്ളത് നിങ്ങൾ നോക്കി വെക്കുക.
മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേന്, നൈട്രക്സ് ഓക്സൈഡ് ഒക്കെയാണ്. പിന്നെ നമുക്ക് നോക്കേണ്ടി വരുന്നത് ഇതിൽ എന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പാരീസ് അഗ്രിമെന്റ് പറഞ്ഞു 2015. പിന്നെ പ്രൊജക്ട് ക്ലൈമറ്റ് ഡിസ്റപ്ഷൻ പറഞ്ഞു നമ്മൾ. എന്താണ് പ്രൊജക്ട് ക്ലൈമറ്റ് ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള ഇതേ സംഭവം തന്നെ, വാതകങ്ങളുടെ അളവ് കുറക്കുക, അതിൻ്റെ ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. രണ്ടാമത് നമ്മുടെ ഫോസിൽ ഫ്യൂവൽസിൻ്റെ അളവ്. നമ്മളിപ്പോൾ വാഹനങ്ങളിലെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെന്നുണ്ടെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നതാണ്? ഇവിടെ നിന്ന് മുമ്പ് ജീവിച്ച് പോയ അല്ലെങ്കിൽ മുമ്പ് ഇത് നാശനഷ്ടപ്പെട്ടു പോയ ഇവിടുത്തെ ഒരുപാട് ജീവികളുണ്ട്. ആ ജീവികളെല്ലാം മണ്ണിലടിഞ്ഞ് അവിടെ നിന്ന് അവർ ഫോസിൽ ഫ്യൂൽസ് ആയി അവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന എന്താണ് ഇന്ധനങ്ങൾ, ഫ്യൂവൽസ് ആണ് നമുക്ക് എന്ത് ചെയ്യപ്പെടുന്നത്, നമ്മൾ വാഹനങ്ങളിലും മറ്റു കാരണങ്ങളിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതുമൂലമുണ്ടാകുന്ന ചൂട്, അതിന് പുറത്തേക്ക് വരുന്ന മീത്തേൻ ആണെന്നുണ്ടെങ്കിലും നൈട്രസ് ഓക്സൈഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് കാരണപ്പെടുന്നുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇതും എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളും കുറയ്ക്കണമെന്നാണ് അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞത് നമുക്ക് നിയർലി ക്രിട്ടിക്കൽ ടിപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അറ്റത്താണ്, ഒരു പോയിന്റിന്റെ അറ്റത്താണ്. ഇനി അങ്ങോട്ട് ചലിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്കിനി ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ മാറേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലേക്കുള്ള ജീവിതത്തിൽ നിന്ന് നമുക്ക് വേറൊരു ജീവിതത്തിലേക്ക് മാറാൻ പറ്റാത്ത, നമുക്ക് നമ്മുടെ ശരീരങ്ങൾ മാറേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് ഈ വസ്ത്രങ്ങൾക്ക് പകരം വേറെ എന്തെങ്കിലും വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വരും. നമ്മുടെ ഈ കാണുന്ന സന്തോഷവും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ നാം തന്നെ നാശനഷ്ടപ്പെട്ടേക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിലേക്കാണ്. അതാണ് ടിപ്പിംഗ് പോയിന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലോകത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണെന്നറിയാം. ആ ഭാഗങ്ങളിൽ പോലും ഈ ചൂട് ഏൽക്കപ്പെട്ടിരിക്കുന്നു. കാട്ടുതീകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പാലക്കാട് നമ്മൾ എന്താ പറയുക, കവയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റും. തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്ക് കാട്ടുതീയൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. ഈ കാട്ടുതീയും കാരണം എന്താ? ചൂട് കൂടിയിട്ടാണ്. അപ്പൊ ഇതും കാരണമാവുന്നുണ്ട്. അപ്പോൾ ആമസോൺ മഴക്കാടുകൾക്ക് പോലും നമുക്ക് ഈ അടുത്ത് ബ്രസീലിലൊക്കെ നമ്മൾ കണ്ടില്ലേ, കാടുകൾ ഏകദേശം ഭാഗങ്ങളും കത്തിപ്പോയിരുന്നു. എന്തുകൊണ്ടാണ്? നമ്മൾ തീയിടുന്നതല്ല, അത് ചൂട് കൂടിയിട്ട് അന്തരീക്ഷത്തെ ചൂട് കൂടിയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഈ നോർത്ത് അറ്റ്ലാന്റിക് സർക്കുലേഷൻ, നമുക്ക് ഈ പറയുന്ന വിൻഡ് കാര്യങ്ങളൊക്കെ വരുന്നതും കാരണങ്ങളും ഈ നോർത്ത് അറ്റ്ലാന്റിക് സർക്കുലേഷൻ മൂലമാണ്. ആ ഭാഗങ്ങൾക്കും ഈ പ്രശ്നം വരുന്നുണ്ട്. അതേപോലെ തന്നെ മേജർ ആയിട്ടുള്ള ഐസ് ഷീറ്റ്സ് അഥവാ ഗ്ലേസിയേഴ്സ് ഒക്കെ ഉരുകുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഹിമാലയത്തിലെ മലനിരകളെല്ലാം ഉരുകി വെള്ളം താഴോട്ട് ഒലിച്ചു വന്നു. എന്ത് സംഭവിക്കും? താഴെയുള്ള പ്രദേശങ്ങളെല്ലാം ഫ്ലഡ് ആയി പോവില്ലേ? എല്ലാം വെള്ളത്തിനടിയിലായി പോവില്ലേ? നമ്മൾ എങ്ങനെ ജീവിക്കും? നമുക്ക് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ആ സാഹചര്യത്തിലേക്ക് വരെ എന്തെത്തുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടിപ്പിംഗ് പോയിന്റിലാണുള്ളത്. ഇനി നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു സാധനം ആര് പറഞ്ഞത്? പാരീസ് ഉടമ്പടിയിൽ അവർ പറഞ്ഞത്. പിന്നെ വാട്ട് ആർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്? എന്തൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നൊക്കെയാണ് പറയുന്നത്. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് നാച്ചുറലി ഒക്കേറിംഗ് ആൻഡ് ഹ്യൂമൻ ജനറേറ്റഡ് ഗ്യാസസ്. എന്താണ് മക്കളെ? ഗ്രൂപ്പ് ഓഫ് നാച്ചുറലി ഒക്കേറിംഗ് ഗ്യാസസ് ആണ്. അതേപോലെ തന്നെ മനുഷ്യന്മാർ ജനറേറ്റ് ചെയ്യുന്ന ഗ്യാസസിനെയും കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത്. presence in the Earth's atmosphere. These gases have unique property of absorbing and emitting heat, trapping thermal energy within the atmosphere. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മക്കളെ, അവിടെ നിന്ന് വരുന്ന തെർമൽ എനർജി ഭൂമിയിലേക്ക് തട്ടിയിട്ട് തിരിച്ച്, ഇത് ഭൂമിയുടെ പ്രതലമാണ്, ഇപ്പൊ ആകാശമാണ്, ഇപ്പൊ സൂര്യനിൽ നിന്ന് ഇങ്ങനെ വരുന്നു, വന്നിട്ട് തിരിച്ചിങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഓസോൺ പാളിയുണ്ട്. ഓസോൺ പാളി ഉള്ളത് കൊണ്ട് ഇവിടെ നിന്ന് വരുന്ന ചില റൈസുകളെ ഇവർ കടത്തിവിടില്ല. പക്ഷേ നല്ല കുറെ റൈസുകളെ കടത്തിവിടും. ഇത് തിരിച്ച് ഇങ്ങോട്ട് കയറി പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ പുറത്ത് വയ്ക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി, മീത്തേന്റെ അളവ് കൂടി, നൈട്രക്സ് ഓക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ വരുന്ന വാതകങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വന്ന്
ഇവിടുന്ന് തട്ടിപ്പോവാൻ പറ്റില്ല. അപ്പൊ അവരെവിടെ നിൽക്കും? ഈ പ്രദേശങ്ങളിൽ തന്നെ നിൽക്കും. അപ്പൊ നമ്മൾ താമസിക്കുന്ന ഭൂമിയിലേക്ക് എന്ത് പറ്റുന്നുണ്ട്? ചൂട് വർദ്ധിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേ ആക്ട് ആസ് thermal blanket, allowing sunlight to enter the atmosphere while preventing a significant portion of the absorbed heat from escaping back into the space. നമ്മൾ പറഞ്ഞത് തന്നെയാണ് മക്കളെ, പക്ഷെ വേർഡിൽ കൊടുത്തിട്ടുണ്ടെന്ന് വാസന. This phenomenon known as greenhouse effect help regulate the earth at earth's temperature, making it habitable for life. However, human activities such as burning fossil fuels, deforestation, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് കാട് വെട്ടി നശിപ്പിക്കുക ഉള്ള കാര്യങ്ങൾ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് have significantly increased the concentration of the gases, amplifying the greenhouse effects and leading global warming, subsequent climate changes. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മരങ്ങൾ എല്ലാം വെട്ടി നശിപ്പിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ബിൽഡിംഗ് കെട്ടുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഓക്സിജൻ കിട്ടുന്നില്ല, നല്ല ശുദ്ധവായു കിട്ടുന്നില്ല, ചൂട് കൂടുന്നുണ്ട്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇനി സം മേജർ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്തൊക്കെയാണ് നോക്കിയേക്കുക മക്കളെ. ഈ 3 കാര്യങ്ങൾ നോക്കി വെക്കുക: കാർബൺ ഡൈ ഓക്സൈഡ്, മീത്തേന്, നൈട്രക്സ് ഓക്സൈഡ്, ചിലപ്പോൾ വാട്ടർ വേപ്പർ. നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കാം വാട്ടർ വേപ്പറും കൂടി. അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും വാട്ടർ വേപ്പർ ഉണ്ടോ എന്ന്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ മക്കളെ എന്തൊക്കെയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന്? എന്താണ്? ഒക്യറിങ് ആയിട്ടുള്ളതും ഹ്യൂമൻ ജനറേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഗ്യാസസ്. അല്ലാതെ വരുന്ന ഗ്യാസസുകളെല്ലാം എന്താണ്? ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ പെടില്ല. അപ്പൊ അത് മെയിനായിട്ട് നോക്കുക. ആ ഭാഗത്തു നിന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് ചോദിക്കാം ചാൻസ് ഉള്ള കുറെ ഭാഗങ്ങൾ. വാട്ട് ആർ മേജർ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ റൈസിങ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കോൺസെൻട്രേഷൻ? എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫോസിൽ ഫ്യൂൽ കമ്പഷൻ. ദ പ്രിഡോമിനന്റ് കോൺട്രിബ്യൂട്ടർ ടു കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ഈസ് ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ഓഫ് എനർജി. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് നമ്മൾ കത്തിക്കാറുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ, കാറ്, ബൈക്ക്, എല്ലാറ്റിലും കത്തിക്കാറില്ലേ? അതിലും കത്തിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് സംഭവിക്കുന്നുണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പവർ ജനറേഷൻസ്. നമ്മൾ ഈ പവർ ഹൗസിലൊക്കെ പവർ ജനറേറ്റ് ഫ്യൂൽസ് ഉപയോഗിക്കാറില്ലേ? അവിടെയും ഇത് സംഭവിക്കുന്നുണ്ട്. ഇതിലൊക്കെ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? മേജർലി കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടും എന്ത് ചെയ്യാം? ഇതാണ് മേജർ ഫാക്ടേഴ്സ്. ഒന്ന്. രണ്ടാമത്തത് ഡീഫോറസ്റ്റേഷൻ. നമ്മൾ പറഞ്ഞത് തന്നെ, കാട് വെട്ടിത്തെളിച്ചിട്ട് ഫോറസ്റ്റ് ഇല്ലായ്മ ചെയ്യുന്നതിനാണ് ഡീഫോറസ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ ലാൻഡിനെ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് യൂസ് ചെയ്യുക. അതുകൊണ്ടുണ്ടാവുന്ന എന്താണ്? കാർബൺ സിങ്ക് ചെയ്യുകയും അബ്സോർബിങ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുകയും ചെയ്യുന്നു. ഡീഫോറസ്റ്റേഷൻ ആൻഡ് ലാൻഡ് യൂസ് ചേഞ്ചസ് പ്രൈമർലി ഫോർ അഗ്രികൾച്ചർ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അഗ്രികൾച്ചർ ആൻഡ് അർബനൈസേഷൻ. റെഡ്യൂസ് ദീസ് തിങ്സ് റിലീസ് സ്റ്റോർഡ് കാർബൺ ആൻഡ് റെഡ്യൂസ് ദ എർത്ത് കപ്പാസിറ്റി ടു അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടാൻ കാരണമാകുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ മനസ്സിലാവും, നമ്മൾ എത്ര അഗ്രികൾച്ചർ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കാടിനൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ അഗ്രികൾച്ചർ വേണം, പക്ഷെ എല്ലാ ഭാഗവും അഗ്രികൾച്ചറിന് മാത്രം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറ്റുന്നില്ല? ഇതിന് പറ്റില്ല. ഓക്കെ. ഇനി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ. അടുത്തത് ഡീഫോറസ്റ്റേഷൻ ട്രാൻസ്ഫോംഡ് സെക്ഷൻ ഓഫ് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ് പ്രീവിയസ്ലി എ കാർബൺ സിങ്ക് ഇൻ ടു എ സിഗ്നിഫിക്കൻറ്റ് എമിറ്റന്റ് ഓഫ് കാർബൺ. നമ്മൾ മുമ്പേ പറഞ്ഞ ഡീഫോറസ്റ്റേഷൻ എന്താണ് നിങ്ങൾക്ക് അറിയാം മക്കളെ, എന്തുകൊണ്ടാണെന്നും അറിയാം. അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്. For example, agricultural contributes significantly to methane and nitrous oxide emission. Livestock farming generate methane, while the use of nitrogen-based fertilizers release nitrous oxides. മെയിൻ ആയിട്ടുള്ള എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അയ്യോ, ഇത് പോയോ? നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മക്കളെ എന്താണ് സംഭവിക്കുന്നത്. ഈ അഗ്രികൾച്ചറിലെ
നമ്മൾ പറയുന്നത് പോലെ കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കൻ്റ്ലി മീത്തേനും നൈട്രക്സ് ഓക്സൈഡും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് തള്ളപ്പെടുന്നുണ്ട്. നിങ്ങൾ ലൈഫ് സ്റ്റോക്സ് ഒക്കെ കണ്ടിട്ടില്ലേ? ലിപ് സ്റ്റോക്സ്, ലിപ് സ്റ്റോക്ക് ഫാമിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഈ കന്നുകാലികളെ മേയിച്ച് അതിനെ വളർത്തുക, അതിനെ ഇതാക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സംഭവങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതും കൂടുതലായിട്ട് കാരണം ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കന്നുകാലികളെ വളർത്തുന്നുണ്ട്. നമുക്ക് അതാ പറഞ്ഞത്, എല്ലാറ്റിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ മുമ്പ് പറയാറില്ലേ, ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് പിരമിഡ് പോലെ ആ പിരമിഡ് വേണം. കാരണം അതില്ലെങ്കിൽ എന്ത് ചെയ്യും, ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നം പറ്റും. അതൊക്കെ തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംപ്രൂവ് വേസ്റ്റ് മാനേജ്മെന്റ് ഭയങ്കര എസ്പെഷ്യൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന പ്ലാസ്റ്റിക്കിലാണെന്നുണ്ടെങ്കിലും വേറെ കുറെ ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്, വേറെ കുറെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ നമ്മൾ ഡംപ് ചെയ്യുന്നതും അതിനെ നല്ല രീതിയിൽ എന്താ പറയുക, അതിനെ ഡീകമ്പോസ് ചെയ്യുന്നതിലും ശ്രദ്ധിക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വാതകങ്ങൾ പുറത്തേക്ക് വരികയും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിനും ചൂട് കൂടാനും കാരണമാകും. പിന്നെ വരുന്നതാണ് നാച്ചുറൽ പ്രോസസ്. ഈ വോൾക്കാനിക് എറപ്ഷൻസ് നമുക്കറിയാം, അത് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനും നമ്മുടെ ഇടപെടലുകൾ കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ കാരണങ്ങൾ കൊണ്ട്, നമ്മളെ ഇതുകൊണ്ട് നമ്മളിപ്പോൾ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും അതിൻ്റെ ആ ഒരു ചുറ്റിനെയും അതിൻ്റെ ഒരു രീതിയെയും നമ്മൾ മാറ്റം വരുത്തുമ്പോൾ ഇപ്പൊ ചൂട് കൂടി, മഞ്ഞുപാളികൾ ഉരുകുന്നു, അപ്പൊ അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിലപ്പോൾ വിൻഡിന്റെ വെന്റിലേഷൻസ് മാറുന്നുണ്ട്. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് വോൾക്കാനിക് എറപ്ഷൻസ് നടക്കാം. അങ്ങനെയുള്ള വോൾക്കാനിക് എറപ്ഷൻസിന്റെ കാരണം കൊണ്ടും എന്ത് പറയാം, ഈ പറയുന്ന വാതകങ്ങൾ പുറത്തേക്ക് വരികയും അവിടെ ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുകയും ചെയ്യാം. അർബനൈസേഷൻ ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത് മിക്കവാറും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോ നമ്മുടെ 2050 ആകുമ്പോഴത്തേക്ക് 9.5 ബില്യൺ പീപ്പിളുടെ അളവ് കൂടുമെന്നാണ് പുതിയൊരു കണ്ടുപിടുത്തം പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിക്ക് താങ്ങാനും പറ്റുന്നതിൽ അപ്പുറത്തേക്ക് കപ്പാസിറ്റിയിലേക്ക് ജനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ള കാലഘട്ടം എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ജനങ്ങളുടെ പെരുപ്പവും ആൾക്കൂട്ടവും പിന്നെ അതേപോലെ തന്നെ ഗ്രാമങ്ങൾ, റൂറൽ ഏരിയാസ് ഇല്ലാതാവുകയും അർബൻ ഏരിയാസ് വളരുകയും ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിന്റെ ഒരു ബാലൻസ് കണ്ടെത്താൻ നമുക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഭൂമിക്ക് ഒരു രീതിയിൽ അങ്ങോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പോകുമ്പോൾ ഇങ്ങോട്ട് ഓക്സിജൻ കിട്ടേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം ഇതിന്റെ റേഷ്യോ കറക്റ്റ് ആകുമ്പോൾ മാത്രമാണ് എല്ലാ രീതിയിലും ഭൂമി നിലനിന്ന് പോവുള്ളൂ. നമുക്ക് ഇനി പോയിട്ട് മാർസിൽ ജീവിക്കാൻ പറ്റുമോ, വീനസിൽ ജീവിക്കാൻ പറ്റുമോ? നമുക്ക് ഏറ്റവും അഡാപ്റ്റഡ് ആയിട്ടുള്ള സ്ഥലം ഏതാണ്? ഭൂമിയാണ്. അപ്പൊ ഈ ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യരുത്, നശിപ്പിക്കരുത്. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പല ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയാണെന്നുണ്ടെങ്കിലും ഒരു പ്ലാസ്റ്റിക് കത്തിക്കുക, ഒരു മുട്ടായുടെ കവറല്ലേ എന്നൊക്കെ പറയും. അതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അർബനൈസേഷനും പോപ്പുലേഷൻ ഗ്രോത്തും മെയിൻ ആയിട്ടുള്ള കാരണം ആവുന്നുണ്ട്. പിന്നെയാണ് permafrost thaw and methane release. A permafrost thaws due to rising temperature. It releases methane, a potent greenhouse gas trapped within the ഫ്രോസൺ സോയിൽ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മക്കളെ, ഈ ഭൂമിയുടെ പ്രതലത്തിലുള്ള മണ്ണുകൾ പോലെ തന്നെ കടലിനടിയിലും വെള്ളത്തിനടിയിലും എന്തുണ്ട്, സെഡിമെന്റ്സ് ഉണ്ട്. താഴെ മണ്ണ് അടിഞ്ഞുകൂടിയ കുറെ സാധനങ്ങളുണ്ട്. ഇവിടെ നമുക്ക് എന്ത് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു, മുമ്പ് കൂൾനെസ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മീനുകൾ ഒരു സമയം താഴോട്ട് പോകുന്നതും മറ്റൊരു സമയം മുകളിലോട്ട് വരുന്നതും. ഈ ഒരു പ്രതിബന്ധതയെ മാറ്റം വരുന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ആ തണുപ്പില്ലാതായി പോവുകയും ഭൂമിയുടെ കടൽ പ്രതലങ്ങളിൽ പോലും ചൂട് വർദ്ധിക്കുകയും കടലിന്റെ പ്രതലങ്ങളിൽ പോലും ചൂട് വർദ്ധിക്കുകയും അവിടെയുള്ള മീനുകൾക്ക് പോലും, അവിടെയുള്ള മത്സ്യങ്ങൾക്കും അവിടെയുള്ള കൊച്ചു കൊച്ചു ജീവജാലങ്ങൾക്കും ആ ഒരു ബയോഡൈവേഴ്സിറ്റിയെ പോലും എഫക്റ്റ് ചെയ്യുകയും അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും എന്ത് സംഭവിക്കാം, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവാം. What can be the major implications of rising greenhouse gas concentration? എന്തൊക്കെയായിരിക്കാം? ഇൻഡ്യൂസ്ഡ് ക്ലൈമറ്റ് ചേഞ്ച്,
എല്ലാവർക്കും അറിയാം. ക്ലൈമറ്റ് ചേഞ്ച് നമ്മളിപ്പോൾ കണിക്കൊന്ന പൂക്കേണ്ട സമയത്താണ് കണിക്കൊന്ന പൂക്കുന്നത്? അല്ല. അപ്പോൾ കാലങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? സംഭവം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും മഴക്കാലം വന്നു. മഴക്കാലം വരുന്നതിനും വളരെ വൈകിയാണ് ഇപ്പോൾ മഴക്കാലം വരുന്നത്. കാലാവസ്ഥ വ്യതിയാനം വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരുപാട് സൈക്ലോൺസ്, ഒരുപാട് എർത്ത് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്ത് കാരണം കൊണ്ടാണ്? ഈ ഒരു കാരണമാണ്. കാരണം നമ്മുടെ ആ ഒരു ഭൂമിയുടെ ചിട്ടയെ തന്നെ മാറിപ്പോയി. അപ്പൊ അതിന്റെ സീസൺസും മാറിപ്പോകുന്നുണ്ട്. ഇത് ഒരു രീതിയാണ്. അതുകൊണ്ട് ഡ്രൗട്ട്, ഹീറ്റ് അത് നമുക്ക് എല്ലാവർക്കും ഇൻഡ്യൂസ് ക്ലൈമറ്റ് ചേഞ്ചസ് കാരണമാണ്. മെൽറ്റിംഗ് ഐസ് ആൻഡ് റൈസിങ് സീ ലെവൽസ് നമ്മൾ പറഞ്ഞു. എന്താണ്? ഭൂമിയുടെ രണ്ടറ്റത്തും തണുപ്പാണ് നമുക്കറിയാം. അതേപോലെ തന്നെ ഭൂമിയുടെ കുറേ സ്ഥലങ്ങൾ എവറസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഹിമാലയമാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള പല ഭാഗങ്ങളിൽ നമ്മൾ പറയുന്നത് പോലെ മണാലി, കുളു എല്ലായിടത്തും നമുക്കിപ്പോൾ ഊട്ടി പോയാൽ പോലും ചൂടാണ്. എന്തുകൊണ്ടാണ്? ഈ ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഈ സ്ഥലങ്ങളൊക്കെ തണുപ്പായിരുന്നു. ഈ സ്ഥലങ്ങളിൽ പോലും ജീവിക്കാൻ പറ്റാത്ത രീതിയിലായി. കാരണം എന്താണ്? ചൂട് കൂടിയിട്ട് ഈ അടുത്തൊരു ആർട്ടിക്കിളിൽ ഞാൻ വായിച്ച കാരണം എന്താണെന്നറിയോ മക്കളെ? നമ്മുടെ കടുവയില്ലേ? കടുവ താഴെ നിന്ന് മുകളിലേക്ക് പോയി. കാടിന്റെ മുകളിലേക്ക് പോയി. ഹൈ ആൾട്ടിറ്റ്യൂഡില്. കടുവ എവിടെയാ കാണാ? താഴെയാണ് കാണാ. പക്ഷെ കടുവ മുകളിലേക്ക് പോയി. എന്തുകൊണ്ട്? അതിന് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അവിടുത്തെ ജീവജാലങ്ങളെല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ ആവാസ വ്യവസ്ഥയെ മാറിയിട്ട് മുകളിലേക്ക് പോകുന്നു. അപ്പൊ പുതിയൊരു ജീവജാലങ്ങൾക്ക് ഇതിനെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് പ്രിഡേറ്റർ ആണ്. ഇത് അതിനെ പോയി തിന്നും. പക്ഷേ അവർക്കറിയില്ല ഇത് അവരെ തിന്നുവെന്ന്. അപ്പോൾ ആവാസ വ്യവസ്ഥയിൽ മാത്രമല്ല ജീവജാലങ്ങൾക്ക് വരെ ഇതൊരു എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞ പോലെ ഈ ഐസ് പാളികളും മഞ്ഞുപാളികളും ബാക്കി കാര്യങ്ങളൊക്കെ വലുതാവുന്നത് കൊണ്ട് നമ്മുടെ സമുദ്രനിരപ്പ് ഉയരുക തന്നെ ചെയ്യും. അതുകൊണ്ട് പല ഭാഗങ്ങളും മുങ്ങിപ്പോകാനുള്ള സാഹചര്യം കൂടുതലാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് വാട്ടർ സെക്യൂരിറ്റി ശരിയാണ്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആൻഡ് precipitation pattern can affect agricultural productivity ശരിയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ വിത്തിട്ടു. പല നെൽകൃഷികളിലും നെല്ല് കൊയ്യാൻ പറ്റുന്നില്ല. നെല്ല് കൊയ്യുന്ന തരത്തിലേക്കാവുന്നില്ല. പല പച്ചക്കറി കൃഷികളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പല പഴവർഗ്ഗങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾക്കിപ്പോൾ പല ടെക്നോളജികൾ ഉണ്ടാവും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലോണിങ് പാറ്റേൺസ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ തനതായ രീതിയിലൂടെ ജൈവവളം യൂസ് ചെയ്ത് നമ്മൾ നാച്ചുറലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ഫെസിലിറ്റീസ് ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ക്ലൈമറ്റ് ചേഞ്ചുകൾ കാരണം ഈ ഒരു പ്രൊഡക്ടിവിറ്റി കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഇത് വരുന്നുണ്ട്. അത് മേജറായിട്ട് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഫുഡിനെയും വാട്ടർ സെക്യൂരിറ്റിയെയും നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ചൂട് കൂടുന്നത് കൊണ്ട് ചൂടത്ത് കൂടുതലായിട്ട് വളരുന്ന ബാക്ടീരിയാസും വൈറസസും ചിലപ്പോൾ വെള്ളത്തിൽ വളരാം. അതുമൂലം നമുക്ക് രോഗങ്ങൾ വരാം. അത് കുടിക്കുന്ന ജീവികൾക്ക് രോഗങ്ങൾ വരാം. അങ്ങനെയുള്ള കാരണങ്ങളിലേക്ക് നീങ്ങേണ്ട അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഓഷൻ അസിഡിഫിക്കേഷൻ ശരിയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരു ആസിഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ആ ഒരു അസിഡിഫിക്കേഷൻ കൂടുമ്പോൾ അസിഡിഫിക്കേഷനിൽ ജീവിക്കുന്ന ജീവജാലങ്ങളുടെ അളവ് കൂടുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആ അസിഡിഫിക്കേഷൻ താങ്ങാൻ പറ്റാത്ത രീതിയിൽ അവിടെ ജീവിക്കാൻ പറ്റാത്ത ജീവജാലങ്ങൾ ഒന്നടങ്കം നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നാശനഷ്ടം സംഭവിക്കാം. ഇങ്ങനെയും നമുക്ക് ഇതിന്റെ പരിണിതഫലം നടന്നേക്കാം. ആ അസിഡിഫിക്കേഷൻ കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. നമ്മളൊരു പ്ലാന്റിനെ കൊണ്ടുപോയി ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കോ, എന്താ പറയുക, നിങ്ങളൊരു കറിവേപ്പിലെ കൊണ്ടുപോയി കുറച്ച് ആസിഡിൽ ഇട്ട് വെച്ചു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? അത് കരിഞ്ഞു പോവും. എന്തുകൊണ്ട്? അവിടെ അതിന്റെ ആവാസ വ്യവസ്ഥയല്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ കാരണങ്ങളും പ്രശ്നങ്ങളും അവിടെ നടക്കാം. അസിഡിഫിക്കേഷൻ, ഓഷൻ അസിഡിഫിക്കേഷൻ മാത്രമല്ല ലാൻഡ് അസിഡിഫിക്കേഷനും സംഭവിക്കാം. Geopolitical tensions, climate inductions, displacement, resources scarcity and
Competition for habitable area could lead the geopolitical tension on conflict over land, water and resource. ശരിയാണ്. നമ്മളെ ഓരോ ഭൂമിക്ക് ഓരോ സ്ഥലങ്ങളും ഓരോ രീതിയിലും ജിയോ പൊളിറ്റിക്കലായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഭാഗങ്ങളുടെ വ്യവസ്ഥയെ തന്നെ മാറ്റിയേക്കാം. ചിലപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇനി നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും സ്ഥലങ്ങളായിരിക്കും മിക്കവാറും എന്ത് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ താമസിക്കുന്ന കേരളയും ഇതേപോലത്തുള്ള ഇന്ത്യ സമൂഹം ചിലപ്പോൾ തണുപ്പിൽ മാറിയേക്കാം, നല്ല മഞ്ഞുപാളികളൊക്കെ ആയി മാറിയേക്കാം. ചിലപ്പോൾ ഈ പറയുന്ന മരുഭൂമികളായിട്ടുള്ള ആഫ്രിക്കയിലാണെന്നുണ്ടെങ്കിലും സൗദി അറേബ്യകളൊക്കെ ചിലപ്പോൾ എന്താവാം, നമ്മുടെ വ്യവസ്ഥകളായി മാറാം. അമേരിക്ക നമ്മുടെ വ്യവസ്ഥയായിട്ട് മാറാം. അപ്പൊ വ്യതിയാനം സംഭവിച്ചേക്കാം. ഇപ്പോൾ ഇതില് അങ്ങനെയുള്ള സംഭവങ്ങളും ഇവിടെ നടന്നേക്കാം. വാട്ട് ആർ ഹലോ ഹലോ ഓക്കെ, വാട്ട് ആർ ദ കീ ഇനിഷ്യേറ്റീവ് ടു കർബ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ? എന്തൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട മുൻകരുതലുകൾ എന്നാണ്. അപ്പോൾ ആ ഇതിന് ഇതായിട്ട് നമ്മുടെ എന്താണ് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്തൊക്കെയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുത്തത്, അതും നമ്മുടെ എക്സാംസിന് ചോദിച്ചേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്ലോബൽ ആയിട്ട് നോക്കുമ്പോൾ കീറ്റോ പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീറ്റോ പ്രോട്ടോകോൾ ഈസ് എൻ ഇന്റർനാഷണൽ ട്രീറ്റി ദാറ്റ് കമ്മിറ്റ്സ് കൺട്രീസ് ടു റെഡ്യൂസ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഇൻ 1997 മക്കളെ, ആ ഡേറ്റ് ഓർത്ത് വെക്കുക. ആൻഡ് എൻറ്റേർഡ് ഇൻ ടു ദ ഫോഴ്സ് ഇൻ 2005. 2005 അത് പുറത്തേക്ക് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറേ രാജ്യങ്ങളുമായിട്ട് ഡിസ്കഷൻ നടത്തും. നമ്മൾ മുമ്പ് ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 സ്ലൈഡിന് മുമ്പ് പറഞ്ഞതുപോലെ പാരീസ് ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞില്ലേ, ആ ഉടമ്പടികളെ പോലെ തന്നെ ഈ ഒരു ഉടമ്പടികളിലും കുറേ രാജ്യങ്ങൾ കൂടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഇങ്ങനെ ചൂട് വർദ്ധിക്കുന്നതിൽ എന്താണ് നമുക്ക് ഈ ഗ്യാസുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഇതിൽ നിന്നൊരു മോക്ഷം കിട്ടുക, എന്തൊക്കെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് എന്നുള്ള മേജർ ആയിട്ടുള്ള എന്തൊക്കെ ഇൻഡസ്ട്രിയൽസ് ആണ് നമുക്ക് നിർത്തി വെക്കേണ്ടത് എന്നുള്ള ഒരു ചർച്ചകളൊക്കെ നടത്തിയിട്ട് അവര് ആദ്യം മുമ്പോട്ട് വരുന്നതാണ് 1997. പക്ഷേ ആ ചർച്ചകൾക്കൊടുവിൽ ആദ്യമായിട്ട് അവര് പുറത്തേക്ക് ഇതൊരു ആക്ഷൻ ആയിട്ട് വരുന്നത് 2005 കീറ്റോ പ്രോട്ടോകോളിൽ ടാർഗറ്റ് ചെയ്യുന്ന 6 ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് അളവ് വളരെ കൂടുതലാണ്, അത് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. മീത്തേൻ വാതകങ്ങൾ, നൈട്രക്സ് ഓക്സൈഡ്, ഹൈഡ്രോ ഫ്ലൂറോ കാർബൺസ്, പെർഫ്ലൂറോ കാർബൺസ്, സൾഫർ ഹെക്സാ ഫ്ലോറൈഡ്. നിങ്ങൾ മക്കളെ ഈ ഗ്യാസുകൾ, ഈ 6 ഗ്യാസുകൾ നോക്കി വെക്കുക. കാരണം ചിലപ്പോൾ ഈ ഗ്യാസുകളല്ലാതെ വേറെ ഏതെങ്കിലും ഗ്യാസുകൾ തന്നിട്ട് ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ പെട്ടതാണോ എന്ന് ചോദിച്ചേക്കാം ചോദ്യങ്ങളിൽ. അപ്പോൾ അതും ശ്രദ്ധിച്ചു വെക്കുക. വാട്ടർ വേപ്പറൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസസിൽ ഉള്ളതാണ് കേട്ടോ, അതും കൂടി ഓർത്ത് വെക്കണം. പിന്നെ പാരീസ് അഗ്രിമെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് 2 സ്ലൈഡ് മുമ്പ്, ഒന്നും കൂടി നമുക്ക് ഷോർട്ടായിട്ട് പറഞ്ഞു പോവാം. പാരീസ് അഗ്രിമെന്റും ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ്. ഈ അഗ്രിമെന്റിൽ അഡോപ്റ്റ് ചെയ്ത് 196 പാർട്ടീസും UN ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് COP21, COP28 എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പാരീസിലാണ് ഇവർ ആദ്യമായിട്ട് നടന്നത്, ഫ്രാൻസിലാണ് ഇവർ ആദ്യമായിട്ട് വന്നത്. 12 ഡിസംബർ 2015 എന്ത് വരുന്നത്, ഇത് പ്രാബല്യത്തിൽ വരുന്നത്. പക്ഷേ അവർ മുമ്പോട്ട് ഇതാദ്യം ഇവരുടെ ചർച്ചകൾ നടക്കുന്നതും ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്ന് വെക്കുന്നതും 12 ഡിസംബർ 2015 അവർ ഇതിനെതിരെ ഉള്ള പരിഹാര മാർഗങ്ങൾ എടുത്തു തുടങ്ങിയത് എപ്പോഴാണെന്നറിയോ മക്കളെ? 4th നവംബർ 2016. അപ്പോൾ ഇത് ആദ്യമായിട്ട് എപ്പോഴാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ 12 ഡിസംബർ 2015 എന്നും, ഇപ്പോൾ ഇവർ എപ്പോഴാണ് ആക്ഷൻ തുടങ്ങിയത് എന്നുള്ള ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ 4th നവംബർ 2016 എന്നും കൂടിയാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. പാരീസ് ഉടമ്പടിയുടെ അല്ലെങ്കിൽ പാരീസ് അഗ്രിമെന്റ് എവിടെയാണ് ആദ്യമായിട്ട് നടക്കുന്നത്? പാരീസിലാണ് എന്നും കൂടി അതിൽ തന്നെ ഉത്തരമുണ്ട്. പിന്നെയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം മക്കളെ, ഇപ്പം നമ്മൾ എല്ലാവരും നോക്കുന്നത് ഒരുപാട് രാജ്യങ്ങൾ, ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങളിലാണ് നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ രാജ്യങ്ങളും മെയിനായിട്ട് നോക്കുന്നത് എന്താണ്? സോളാറിലാണ്. കാരണം എന്താ? അവിടെ ബയോഫ്യൂവൽസ്, നമ്മൾ ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിക്കുന്നില്ല, ഈ പറയുന്ന വേറെ എന്തെങ്കിലും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സോളാർ
ഈ സോളാർ കാറുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കാറുകൾ, നമ്മൾ പറയുന്നത് പോലെ ഇലക്ട്രിക്കൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ സോളാർ, നമ്മളെ ഇലക്ട്രിസിറ്റി തന്നെ നമ്മളെ വീട്ടിൻ്റെ മുകളിലേക്ക് റൂഫിലൊക്കെ സോളാർ വെച്ച് പിടിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം? നമുക്ക് ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അല്ലെങ്കിൽ ഗ്ലോബൽ ചൂടിൻ്റെ അളവ് നമുക്ക് കുറക്കാൻ പറ്റും. അങ്ങനെ കുറക്കുന്നത് മൂലം നമുക്ക് എന്ത് ചെയ്യാം? പഴയ രീതിയിലേക്ക് ഭൂമിയെ ഒന്നും കൂടി മാറ്റിയെടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഡീഫോറസ്റ്റേഷൻ ഇല്ലാതാക്കുക, മരങ്ങളൊക്കെ വീണ്ടും വെച്ച് പിടിപ്പിക്കുക, മരം ഒരു വരം എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങളൊക്കെ നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചു വന്നായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇന്റർനാഷണൽ സോളാർ അലയൻസ് രൂപപ്പെട്ടു. അവരുടെ ആദ്യത്തെ അത് ഇന്ത്യയും അവരും ഒരുമിച്ച് നിന്ന് കൊണ്ടുവരാൻ പോകുന്ന പുതിയ ഒരു പദ്ധതിയാണ് വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്ന് പറയുന്ന ഒരു പദ്ധതി. ഈ ഒരു പദ്ധതിയാണ് ഇത് ആരുമായിട്ടാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും വിത്ത് ദ വേൾഡ് ബാങ്കും കൂടിയാണ് ഇതെന്ത് ചെയ്യുന്നത്? ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ഒരു മോട്ടോയും ഈ ഒരു പരിപാടിയും ഈ ഒരു പ്രോഗ്രാമും അവർ കൊണ്ടുവരാൻ പോകുന്നത്. എന്താണ്? വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ്? വേൾഡ് ബാങ്ക് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടിയാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഗ്ലോബൽ ബയോഫ്യുവൽ അലയൻസ് ആണ്. ഗ്ലോബൽ ബയോഫ്യുവൽ അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ നേരിട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസിൻ്റെ അളവ് നമ്മൾ കുറച്ചുകൊണ്ട് വളരെ രീതിയിൽ നമുക്ക് ഏതാണോ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ പൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു ഫ്യൂവലിനെ ഉപയോഗിക്കുക എന്നുള്ളതിൽ മുമ്പോട്ട് വന്നതാണ്. ഇതിലും ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഇതേ ഇനിഷ്യേറ്റീവിൽ 8 G20 കൺട്രീസിൽ നമ്മളെ ഇന്ത്യ ഭാഗമാണ്. നോക്കുക ഏതൊക്കെ കൺട്രീസ് ആണ് G20 കൺട്രിയിലുള്ളത്? അർജന്റീന, മെസ്സി ഓർത്താൽ മതി കേട്ടോ, അർജന്റീന വേൾഡ് കപ്പ് അടിച്ചു. ബ്രസീൽ, നെയ്മറിനെ ഓർത്താൽ മതി നിങ്ങൾ. കാനഡ, നമുക്ക് കാനഡ ഇപ്പൊ ആരാണ്? അലൻസോനെ ഓർത്താൽ മതി. കാനഡ, എല്ലാവർക്കും ഇപ്പൊ കാനഡയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇപ്പൊ കാനഡ, അർജന്റീന, ബ്രസീൽ, പിന്നെ ഇന്ത്യ, അതുപോലെ ഇറ്റലി, ജപ്പാൻ, സൗത്ത് ആഫ്രിക്ക, USA ഒക്കെ G20 കൺട്രീസിൽ പെട്ടതാണ്. പിന്നെ 4 G20 ഇൻവൈറ്റി കൺട്രീസ് ഉണ്ട്. ബംഗ്ലാദേശ്, സിംഗപ്പൂർ, അതുപോലെ തന്നെ UAE, മൂർട്ടീസ്, അതിൻ്റെ പേര് എനിക്ക് എന്താണെന്ന് കിട്ടിയിട്ടില്ല, അതും അങ്ങനെ 4 രാജ്യങ്ങളും ഇവിടെ പെട്ടിട്ടുണ്ട്. 10 നോൺ G20 കൺട്രീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. മെയിനായിട്ട് ഈ 8 G20 കൺട്രീസിനെ നോക്കി വെച്ചാൽ മതി. ബാക്കിയൊക്കെ അതിന് നമുക്ക് പറഞ്ഞാൽ ഈ G20 കൺട്രീസിൽ ആദ്യത്തെ 8 കൺട്രീസും പെർമനന്റ് റെസിഡൻസിയാണ്. മറ്റ് 4 ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം എന്നുള്ള കൺട്രീസാണ്. ബാക്കിയൊക്കെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. ഇത്രയാണ് മക്കളെ നമ്മളെ ഇതിൽ മെയിൻ ആയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തത്. ഇന്ത്യയിൽ ആദ്യത്തെ പ്രോഗ്രാമാണ് ഭാരത് സ്റ്റേജ് 4 എന്ന് പറയുന്നത്. അതിപ്പോൾ ഭാരത് 6 എമിഷൻ നോംസിലേക്ക് ഇതാക്കിയിരിക്കുന്നു. ഇത് ആദ്യമായിട്ട് എന്താണ്? പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് 2017 മുമ്പോട്ട് വന്നത്. അവർ ആദ്യം പറഞ്ഞത് 15 പാർട്ട് പെർ മില്യൺ ആയിരുന്നു സൾഫർ ഇതാവുന്നത്. ഇപ്പോൾ B6 നമുക്ക് ഈ വണ്ടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു രീതിയാണ്. എത്രത്തോളം ഇത് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് അവർ മുമ്പോട്ട് വെച്ചത്. പിന്നെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചസ്, ഇതും ഇന്ത്യയിൽ നടന്ന ഒരു പ്രോഗ്രാമാണ്. ഇത് ആദ്യം വന്നത് പ്രൈം മിനിസ്റ്റർ 13 ജൂൺ 2008 പ്രൈം മിനിസ്റ്ററാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് റിലീസ് ചെയ്തത്. നാഷണൽ മിഷൻ ആണിത്. ഇത് മെയിനായിട്ട് നാഷണൽ ആക്ഷൻ പ്ലാൻ. ഈ നാഷണൽ ആക്ഷൻ പ്ലാനിലാണ് നമ്മുടെ ഗംഗ പ്ലാൻ ഒക്കെ മെയിനായിട്ട് വരുന്നത്. ഗംഗ ശുദ്ധീകരിക്കണം, ഗംഗ ഒന്നും കൂടി റിനോവ് ചെയ്യണം എന്നുള്ള പദ്ധതികളൊക്കെ മെയിനായിട്ട് വരുന്നതും ഈ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ നാഷണൽ സോളാർ മിഷൻ, ഇതിൻ്റെ നാഷണൽ ആക്ഷൻ പ്ലാൻ ക്ലൈമറ്റ് ചേഞ്ചസിൻ്റെ അണ്ടറിൽ വരുന്ന കമ്മിറ്റീസിൽ വരുന്ന കുറേ ഇതാണ് നാഷണൽ സോളാർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, അതേപോലെ നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഓഫ് സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം,
നാഷണൽ മിഷൻ ഫോർ ഗ്രീൻ ഇന്ത്യ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ മിഷൻ ഓൺ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ചസ്. ഈ ഇത്രയും പദ്ധതികൾ നാഷണൽ മിഷന്റെ അണ്ടറിൽ വന്നതായിരുന്നു. പിന്നെയാണ് നമുക്ക് വന്നത് എനർജി കൺസർവേഷൻ അമെൻഡ്മെന്റ് ആക്ട് 2022. ഈ ഒരു ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദ്യങ്ങൾ ചോദിക്കപ്പെടാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓൺ ഡിസംബർ 26, 2022, ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് പവർ ഇഷ്യൂസ് എ നോട്ടിഫിക്കേഷൻ ദാറ്റ് എനർജി കൺസർവേഷൻ അമെൻഡ്മെന്റ് ആക്ട് 2022 would come into force on January 1, 2023. ദ ആക്ട് എപ്പോഴാണ് മക്കളെ മുമ്പോട്ട് വന്നത്? ജാനുവരി എപ്പോഴാണ് നിലവിൽ വന്നത്? ജനുവരി 1, 2023. ഹലോ, ജാനുവരി 1 വന്നു. സോറി, ജനുവരി 1 ഞാൻ വായിച്ച മാറിപ്പോയത്. ജനുവരി 1, 2023 ഇത് നിലവിൽ വന്നത്. അതേപോലെ തന്നെ എനർജി കൺസർവേഷൻ അമെൻഡ്മെന്റ് ആക്ടിൽ പറയുന്നത് മെയിനായിട്ട് ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള കുറേ നമ്മൾ നരേന്ദ്രമോദി എവിടെ പോയപ്പോൾ നമ്മുടെ PM പുറത്തേക്ക് പാരീസ് ഉടമ്പടിയിലേക്കും അതേപോലെയുള്ള വേറെ കുറേ ഉടമ്പടികളിലേക്കും COP28 പോയപ്പോൾ അവിടെ നിന്ന് വന്നതിന് ശേഷമാണ് ഇത് മെയിനായിട്ട് നിലവിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൈം മിനിസ്റ്റർ മുമ്പോട്ട് വെച്ച ആശയങ്ങളായിരുന്നു എല്ലാ വീട്ടിലേക്കും സോളാർ പദ്ധതികൾ കൊടുക്കുക, സ്റ്റേറ്റ് പോളിസീസ് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും സോളാർ എപ്പോൾ വേണമെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവരാം, എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്കീമുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഓർഡർ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് അവർ മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെപ്പോഴാണ് ആക്ട് ഇനിഷ്യലി പാസ്ഡ് ഇന്ത്യ ലോവർ ലെജിസ്ലേറ്റീവ് ചാമ്പർ, ലോക്സഭയിലാണ് അത് പാസ് ചെയ്തത്. എപ്പോഴാണ്? August 8, 2022. ആൻഡ് അപ്പർ ചാമ്പർ രാജ്യസഭയിൽ December 12, 2022. The President of India, Draupadi Murmu, granted assent to the act on December 19, 2022. Energy of Conservation Amendment Act 2022 ആരുടെ അണ്ടറിലാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് പറയണം ഇത് ഗ്രാൻഡ് ചെയ്തത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഇന്ത്യൻ ഇന്റൻഡഡ് നാഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ അടുത്തൊരു പദ്ധതിയായിരുന്നു. ഇതും August 2022 വന്നതായിരുന്നു. According to the target, reduce emission intensity of GDP has been enhanced to 45% by 2030 from 2005 level, and the target of cumulative electric power installed capacity from non-fossil fuel based energy resource. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഈ 2030 ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫോസിൽ ഫ്യൂവൽസ് ഉപയോഗിച്ചുകൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിൽ നിന്ന് നമ്മൾ മിക്കവാറും സോളാറിലേക്കോ വേറെ രീതിയിലുള്ള ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നതിലേക്ക് മാറണം എന്നുള്ളതിലേക്കാണ് അവർ മുമ്പോട്ട് വെക്കുന്ന ആശയം. മെയിനായിട്ട് നിങ്ങൾ ഈ പറയുന്ന അമെൻഡ്മെന്റ് ആക്ട് ഒന്നും കൂടി നോക്കിയേക്കുക. ആ അമെൻഡ്മെന്റ് ആക്ട് ചിലപ്പോൾ ചോദ്യങ്ങളിലേക്ക് ചോദിച്ചേക്കാം. പിന്നെ അതേപോലെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണ്, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ നമ്മുടെ മുകളിൽ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലൈഡ് ഒന്നും കൂടി എടുത്ത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ആ സ്ലൈഡിൽ ഒന്നും കൂടി മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നീൽസ് അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഫർദർ എന്തെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഗൂഗിളിലോ ഇതിലോ വായിക്കുന്ന ശീലമുള്ളവർക്ക് ഒന്നും കൂടി വായിച്ചു കഴിഞ്ഞാൽ എത്താവുന്ന രീതിയിലേ ഉള്ളൂ. ഈ ടോപ്പിക്ക് വളരെ സിമ്പിൾ ആണ്, പക്ഷെ തെറ്റിക്കപ്പെടാം. കാരണം എന്താണ്? എല്ലാം അറിയാമെന്ന് ഗ്ലോബൽ വാർമിംഗ് നോക്കുമ്പോൾ എനിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് പോയി ഇരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാം. എല്ലാം അറിയുന്ന ഭാവത്തോടെ പോയിരിക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാം. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക, കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ താങ്ക് യു. ഇത്രയാണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഉള്ളത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സർ.